നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചാൽ 60% ക്യാൻസറും പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാവുന്നവയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ 80% ക്യാൻസറുകളും വളരെ നേരത്തെ കണ്ടെത്തുന്നു. നമ്മുടെ നാട്ടിൽ അത് 10%-ൽ താഴെ മാത്രമാണ്. ഏത് ഭാഗത്താണ് ക്യാൻസർ ബാധിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി ലക്ഷണങ്ങളും വ്യത്യസ്തമായിരിക്കും. പക്ഷേ ലക്ഷണങ്ങൾ മനസ്സിലാക്കി ഡോക്ടറെ സമീപിക്കാനുള്ള അവബോധമാണ് നമുക്ക് വേണ്ടത്. വിശപ്പില്ലായ്മ, തുടർച്ചയായ പനി, ക്ഷീണം, വേദന, വിട്ടുമാറാത്ത ചുമ, രക്തസ്രാവം, ഉണങ്ങാത്ത വ്രണങ്ങൾ, ശരീരത്തിൽ എവിടെയെങ്കിലുമുള്ള മുഴകൾ, മലബന്ധം അല്ലെങ്കിൽ കൂടുതൽ അയഞ്ഞുള്ള ശോധന, തൊലിയിൽ മറുകിലുള്ള വ്യത്യാസം. ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള ചില രോഗങ്ങളുണ്ട്. ഇതിനെ പ്രീഡിസ്പോസിങ് കണ്ടീഷൻസ് എന്നാണ് പറയുന്നത്. ഇത്തരം രോഗങ്ങളെ മുൻകൂട്ടി കണ്ടുപിടിക്കുകയും അതിന് ഫലപ്രദമായ ചികിത്സ നൽകുകയും ചെയ്താൽ നമുക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിയും. ഇതിനുദാഹരണമാണ് സിറോസിസ് ലിവർ. കരളിലെ സിറോസിസ് എന്ന അസുഖം മദ്യപാനികൾക്കും അല്ലാതെ അപൂർവം ചില കാരണങ്ങളാലും ഉണ്ടാകുന്നുണ്ട്. വർഷങ്ങളായി സിറോസിസ് ചികിത്സിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് കരളിലെ ക്യാൻസറായി അവശേഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തൊലിപ്പുറത്തുള്ള കറുത്ത മറുകുകൾ, അതിന് വ്യതിയാനങ്ങൾ വരുന്നു, അതിൽ ചൊറിച്ചിലുണ്ടാകുന്നു, അതിൽ നിന്നും രക്തം കലർന്ന സ്രവങ്ങൾ ഉണ്ടാകുന്നു എന്നിൽ അത് ഉടനെ തന്നെ മാറ്റം ചെയ്യപ്പെടേണ്ടതാണ്. അതുപോലെ മാറിലുണ്ടാകുന്ന ചിലതരം മുഴകൾ, മുലക്കണ്ണുകളിലൂടെ വരുന്ന രക്തം കലർന്ന സ്രവങ്ങൾ, ഇവയും ഫലപ്രദമായി ചികിത്സിച്ചാൽ ക്യാൻസർ എന്ന രോഗാവസ്ഥയിൽ എത്താതിരിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മൂത്രാശയത്തിലെ കല്ല്, പിത്തസഞ്ചിയിലെ കല്ല് എന്നിവയും ഫലപ്രദമായ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ചിലതരം രോഗാണുക്കൾ, അതായത് മൂത്രസഞ്ചിയിലുണ്ടാകുന്ന ഒരു രോഗാണുവാണ് സിസ്റ്റോസോമിയ ഹെമറ്റോബിയം. അതുപോലെ ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ആളുകൾക്ക് ആമാശയത്തിൽ കാണുന്നതാണ് ഹെലിക്കോബാക്ടർ പൈലോറി. അപ്പോൾ ഇത്തരം രോഗാണുക്കളുടെ നിരന്തരമായ സഹവാസം ശരീരത്തിനുള്ളിൽ ഭാവിയിൽ ക്യാൻസറിനെ ബാധിക്കുന്ന രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കിയേക്കും. ക്യാൻസർ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപായി തന്നെ ചിലതരം ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിന് സ്ക്രീനിംഗ് എന്നാണ് പറയുന്നത്. ഇതിനുള്ള സൗകര്യം എല്ലാ പ്രധാന ആശുപത്രികളിലും ലഭ്യമാണ്. സാധാരണ ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പിൽ നമുക്ക് മുൻകൂറായിട്ട് കണ്ടുപിടിക്കാവുന്ന ക്യാൻസറുകൾക്ക് പ്രത്യേക പരിശോധനയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ 45 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ സ്തനാർബുദത്തിന് മാമോഗ്രാം പോലുള്ള പരിശോധന, വായിലും തൊണ്ടയിലുമുള്ള ക്യാൻസറിന് ലക്ഷണങ്ങളില്ലെങ്കിലും തുറന്നുള്ള വിശദമായ പരിശോധന, ഒരു ഗൈനക്കോളജിക്കൽ എക്സാമിനേഷൻ, സെർവിക്കൽ സ്മിയർ എക്സാമിനേഷൻ, പുകവലിക്കാരനാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്റേ, ചെസ്റ്റോ, CT സ്കാനോ അല്ലെങ്കിൽ കഫം പരിശോധന, ഇതുപോലുള്ള ടെസ്റ്റുകൾ ചെയ്യാം. വൻകുടലിൻ്റെ ക്യാൻസറിൻ്റെ തുടക്കത്തിൽ ലക്ഷണം രക്തത്തിൽ ചെറിയ തോതിൽ, അതായത് നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റില്ലായിരിക്കാം, പക്ഷേ മൈക്രോസ്കോപ്പിക്കായിട്ട് കാണാവുന്ന രക്തം ഉണ്ടാകുക, അതിൽ ഫീക്കൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് കാണുകയാണെങ്കിൽ അതിന് മറ്റു കാരണങ്ങളും ഉണ്ടാകാം. പക്ഷേ അത് ഒരു പ്രായം ചെന്ന ആളിലാണ് ക്യാൻസർ റൂൾ ഔട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെയുള്ളത് ചില ക്യാൻസർ, ഒരു 10% ക്യാൻസറുകൾ കുടുംബപരമായിട്ടോ ജനറ്റിക്കായിട്ടോ ഉള്ള ക്യാൻസറുകളാണ്. അങ്ങനെ ഒരു ക്യാൻസർ വന്നിട്ടുള്ള ഒരു കുടുംബത്തിലെ അംഗമാണെങ്കിൽ ഇതിനൊക്കെ പ്രത്യേക പരിശോധനയുണ്ട്. ഇപ്പോൾ വൻകുടലിൻ്റെ ക്യാൻസർ ആണെങ്കിൽ കൊളോണോസ്കോപ്പിക്, ആനുവൽ കൊളോണോസ്കോപ്പിക് എക്സാമിനേഷൻ, അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ആനുവൽ മാമോഗ്രാഫി. അപ്പോൾ ഓവറിയുടെ ക്യാൻസറുണ്ട്. അപ്പോൾ പക്ഷേ ഇന്നും തുടക്കത്തിലേ കണ്ടുപിടിക്കാൻ വലിയ സാധ്യതകളൊന്നും നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ക്യാൻസറിന് ഇന്ന് വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട്. ഏകദേശം 50%-ലധികം ക്യാൻസറും ചികിത്സിച്ച് പരിപൂർണമായി ഇന്ന് സുഖപ്പെടുത്താം. സർജറി, റേഡിയേഷൻ, കീമോതെറാപ്പി. ക്യാൻസറിന് നിലവിലുള്ള ചികിത്സാരീതികൾ ഇവയൊക്കെയാണ്. പൊതുവായിട്ട് ക്യാൻസർ ചികിത്സയ്ക്കുള്ള പ്രധാന ആയുധങ്ങളെന്ന് പറയുന്നത് 1 സർജറി, 2 റേഡിയേഷൻ, 3 കീമോതെറാപ്പി, 4 ഇമ്മ്യൂണോതെറാപ്പി. ഈ 4 വിധത്തിലുള്ള ചികിത്സയും എല്ലാവർക്കും എപ്പോഴും വേണമെന്നില്ല. ചില ക്യാൻസറുകൾ സർജറി കൊണ്ട് മാത്രം മാറും, ചില ക്യാൻസറുകൾ റേഡിയേഷൻ കൊണ്ട് മാത്രം മാറും, ചില ക്യാൻസറുകൾ കീമോതെറാപ്പി കൊണ്ട് മാത്രം മാറും. എന്നാൽ ഭൂരിപക്ഷം വരുന്ന
നമ്മുടെ സ്തനാർബുദം, വായിലെ ക്യാൻസർ, മലാശയത്തിൻ്റെ ക്യാൻസർ, ഇതുപോലുള്ളതെല്ലാം ഈ സർജറി, റേഡിയേഷൻ, കീമോതെറാപ്പി എന്നീ 3 പ്രധാന ഘടകങ്ങളും വളരെ യുക്തമായി സമ്മിശ്രമായി ഉപയോഗിച്ചാൽ മാത്രം ക്യൂർ കിട്ടുന്ന ക്യാൻസറുകളാണ്. ശസ്ത്രക്രിയ, റേഡിയേഷൻ, കീമോതെറാപ്പി തുടങ്ങിയ ഭൗതിക പ്രതിവിധികളും രാസവസ്തുക്കൾ, ഹോർമോണുകൾ തുടങ്ങിയ രാസപ്രതിവിധികളും അർബുദ ചികിത്സയ്ക്കായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓരോ ചികിത്സാ രീതിക്കും അതിൻ്റേതായ ഗുണദോഷങ്ങളുണ്ട്. ചികിത്സാ രീതി തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം ഇപ്പോൾ രോഗിക്കുണ്ട്. റേഡിയേഷനും കീമോതെറാപ്പിയും രണ്ടും വിഭജിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസർ സെൽസ്. ക്യാൻസർ ഒരു പിണ്ഡത്തിൽ ഭൂരിപക്ഷം കോശങ്ങളും വിഭജിച്ചുകൊണ്ടിരിക്കും. ആ വിഭജിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അതിനെ നശിപ്പിക്കാൻ കെൽപ്പുള്ളതാണ് ക്യാൻസർ കീമോതെറാപ്പിയും ക്യാൻസർ റേഡിയോതെറാപ്പി. ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ റേഡിയോതെറാപ്പി നമുക്ക് ശരീരത്തിൻ്റെ ആ അഫക്റ്റഡ് ഒരു പ്രത്യേക ഭാഗത്ത് മാത്രമായിട്ട് ഒതുക്കി നിർത്താവുന്ന ഒരു ചികിത്സയാണ്. കീമോതെറാപ്പിക്ക് ഒരു പ്രശ്നമുള്ളത്, കീമോതെറാപ്പി അങ്ങനെ ഒരു ഭാഗത്തോട്ട് ഒതുക്കി നിർത്താനുള്ള സന്ദർഭങ്ങൾ കുറവാണ്. ഈ മരുന്ന് ശരീരത്തിൽ മൊത്തം വ്യാപിക്കുന്നതുകൊണ്ട് കുറച്ച് അതിൻ്റേതായ ദൂഷ്യഫലങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് കീമോതെറാപ്പി മരുന്നുകൾ മജ്ജയിൽ കലരുമ്പോൾ മജ്ജയിൽ നിന്നുണ്ടാകുന്ന രക്താണുക്കളെ അത് തടസ്സപ്പെടുത്തുക വഴി അണുക്കളുടെ കുറവ് വരാം കീമോതെറാപ്പി സമയത്ത്. അതുകൊണ്ട് ഇൻഫെക്ഷൻ, മറ്റ് അണുബാധ ഇതെല്ലാം ഉണ്ടാകാം. അപ്പോൾ ഓരോ ചികിത്സയ്ക്കും അതിൻ്റേതായിട്ടുള്ള സൈഡ് ഇഫക്ട്സ് ഉണ്ട്. അത് മുൻകൂട്ടി മനസ്സിലാക്കി അത് പ്രിവെൻറ്റ് ചെയ്യാവുന്നത്ര പ്രിവെൻറ്റ് ചെയ്യുക, അല്ലാത്തത് വരുന്നത് വ്യക്തമായ കൃത്യമായ ചികിത്സ കൊണ്ട് ഭേദപ്പെടുത്തി സുഖപ്പെടുത്താൻ പറ്റും.